ഒരു പൗച്ചിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് നമ്മൾ ഒരു ബ്ലാക്ക് യാൺ എടുത്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വൈറ്റ് പോർഷൻ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇതേപോലെ കേട്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ. അതിനുശേഷം 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ നമ്മൾ. ഇനി ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒറ്റ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അടുത്ത 3 സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷേ വീതം കേട്ടോ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുത്തതിന് ശേഷം നാലാമത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ആ ഒരു കോർണർ പോർഷനിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷേ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ 2 ചെയ്തതിന് ശേഷം നമ്മളൊരു ട്രിപ്പിൾ ക്രോഷയും ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിന് ശേഷം നമ്മൾ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. അതിന് ശേഷം നമ്മൾ അടുത്ത 3 സ്റ്റിച്ചിൽ ഇതേപോലെ ഒരു ഡബിൾ ക്രോഷയും, അതിന് ശേഷം കോർണർ സ്റ്റിച്ച് ആകുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 ഡബിൾ ക്രോഷ, ഒരു ട്രിപ്പിൾ ക്രോഷേ, പിന്നെ ഒരു ഡബിൾ ക്രോഷ, അങ്ങനെ ചെയ്ത് കൊടുത്ത് ഫുള്ള് കോർണേഴ്സും അങ്ങനെ ചെയ്തെടുക്കുക. 4 കോർണേഴ്സ് അങ്ങനെ ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിലുള്ള പോർഷൻസൊക്കെ എന്ത് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ ഇട്ടിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. അങ്ങനെ ആ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ആക്കി എടുത്തതിന് ശേഷം ലാസ്റ്റത്തെ സ്റ്റിച്ച് ഉണ്ടാവില്ലേ, അതിക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അതും ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. സോറി, സ്ലിപ്പ് നോട്ടല്ല, സ്ലിപ്പ് സ്റ്റിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ലാസ്റ്റ് സ്റ്റിച്ചിൽ നിന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എത്രക്ക് വീതി നീളമൊക്കെ വേണോ അത്രയും നമ്മളിങ്ങനെ റോ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 4 ചെയിൻ ഇട്ടിട്ട് അടുത്ത റോ സെയിം മെത്തേഡിൽ തന്നെ ഇങ്ങനെ ചെയ്ത് പോവുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അവിടെ 3 റോ ആട്ടോ ചെയ്തിട്ട്. ഇങ്ങനത്തെ 2 ഗ്രാനി സ്ക്വയർ വേണേ. ഇതാണ് കേട്ടോ ഗ്രാനി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു വൈറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന്മേൽ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം 2 ഗ്രാനി സ്ക്വയറിൻ്റെയും ചീത്ത ഭാഗവും ഒപ്പം വെച്ചിട്ട് നല്ല ഭാഗം രണ്ടും പുറത്തേക്ക് ആക്കിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ മുകളിലത്തെ ഒരു കോർണറിൽ ഇതേപോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളെ സ്ലിപ്പ് നോട്ടിനെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ചെയിന് ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ ഉണ്ടോ ചെയ്ത് കൊടുക്കുന്നത്. അവിടുന്ന് മുതൽ അടുത്ത കോർണർ വരെ ഐ തിങ്ക് യു ഷേപ്പായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് കോർണേഴ്സ് സിംഗിൾ ക്രോഷ ചെയ്തു പോവുക കേട്ടോ. ഇതുപോലെ സിംഗിൾ ക്രോഷ ചെയ്തതിന് ശേഷം നമ്മൾക്കിനി മുകൾ ഭാഗം ചെയ്തെടുക്കണം. ഇപ്പൊക്കെ 2 സൈഡും താഴേക്ക് ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു പൗച്ചല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ക്ലോസ് ആക്കിയിട്ട് വേണ്ട. ഇനി മുകളിലത്തെ ഭാഗത്ത് ഒരു പോർഷൻസിൽ മാത്രം, അതായത് ഒരു ഗ്രാനി സ്ക്വയർ എടുത്തിട്ട് അതുമ്മങ്ങനെ നമ്മൾ സിംഗിൾ ക്രോഷ അങ്ങനെ ചെയ്ത് പോയിട്ട് ഓൾമോസ്റ്റ് നടുവിലെത്തുമ്പോഴേ ഒരു 6 ചെയിൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സിംഗിൾ ക്രോഷ ചെയ്തതിൻ്റെ അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെയും ഇങ്ങനെ ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ തന്നെ ചെയ്തു പോവുക കേട്ടോ. ഈ ഒരു പൗച്ചിന് ഒരു ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്.
അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ആ ബാക്കത്തെ പോർഷനും ഇങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്ത് ആ ഫ്രണ്ടത്തെ പോർഷൻ നമ്മൾ ചെയിൻ സ്റ്റിച്ചിട്ട് അതേ ഒരു ലെവലിലെത്തുമ്പോൾ ബാക്കത്തെ പോർഷനിലും ഒരു 60 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ, കുറച്ച് നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 60 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സിംഗിൾ ക്രോഷേ അങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പൗച്ച് ഇവിടെ കംപ്ലീറ്റ് ആവും. ലാസ്റ്റ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് യാണിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് യാൺസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയി നമ്മൾ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മളെ പൗച്ചിലേക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടോ അതോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്താണെങ്കിലും അതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാഗിലൊക്കെ ഹാങ്ങിങ് ചെയ്യാനും പറ്റും കേട്ടോ. നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ബാഗിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് വേണമെന്നുള്ളതും കമൻറ്റ് ചെയ്യുക.